ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞാൻ കാണിക്കുന്ന ഒരു അടിപൊളി മട്ടൻ കറിയാണ് കേട്ടോ. മട്ടൻ കറിയും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു അടിപൊളി റൊട്ടിയാണ് കാണിക്കുന്നത്. സൂപ്പർ ടേസ്റ്റിയാണ്, സൂപ്പർ കോംബോ ആണ്. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഈസിയാണ് ഉണ്ടാക്കാൻ, ഒരു പ്രയാസവുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നല്ല എന്താ പറയുക, ഭയങ്കര അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റൊട്ടിയും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. സ്പെഷ്യൽ മസാല വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ മട്ടൻ കറിയാണ് കേട്ടോ. നമ്മളെന്തെങ്കിലും ഗസ്റ്റ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കേഷനിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ ഡിഷാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണേ. ആദ്യം തന്നെ ഞാനിപ്പോൾ റൊട്ടി ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ച് വെക്കാണ്. അപ്പോൾ ഞാനിവിടെ മൈദപ്പൊടിയാണ് എടുത്തിട്ട്. മൈദയിലും ചെയ്യാം, അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയിലും ചെയ്യാം. ഞാനൊരു 4 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 4 കപ്പ് മൈദ ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. 1 ടീസ്പൂണാണ് ബേക്കിംഗ് പൗഡർ എടുക്കുന്നത്. നമ്മൾ കേക്കിലൊക്കെ ചേർക്കുന്നത്. പിന്നെ വേണ്ടത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1½ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടിയ ഷുഗറാണ്, പഞ്ചസാര. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയ ലേശം ഓയിൽ വേണം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് കുഴയ്ക്കുന്ന സമയത്ത് നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയാൽ മാത്രമാണ് റൊട്ടി നല്ല ടേസ്റ്റി ആയിട്ട് വരുള്ളൂ കേട്ടോ. ഈ ഒരു പാകത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഈ ഒരു പാകത്തിലാവാൻ വേണ്ടി എനിക്ക് അങ്ങനത്തെ ഒരു ഗ്ലാസും കൂടെ വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത്. ഇനിയിപ്പോൾ അതാ നമ്മൾ മട്ടൻ കറീൻ്റെ ഇതിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ 1 കിലോ മട്ടനാണ് എടുത്തത് കേട്ടോ. നല്ല ഫ്രഷ് മട്ടനാണ്. ഇതിപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയതാണ് കേട്ടോ. ഫ്രഷ് അറുത്ത ഉടനെ കിട്ടിയ നല്ല ഫ്രഷ് മട്ടനാണ്. പക്ഷേ വലിയ പീസുണ്ട്, ചെറിയ പീസുണ്ട്. അപ്പോൾ ചെറുതും വലുതും ഒക്കെ മിക്സാണ്. വലിയ പീസ് എനിക്ക് ചെറുതാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നല്ല നെയ്യോട് കൂടിയിട്ടുള്ള നല്ല ഇളയ മട്ടനാണ്. അപ്പോൾ മട്ടൻ അധികം ആൾക്കാരും ചോദിക്കലുണ്ട്, ഇത് പിന്നെ ഏതാണ് വാങ്ങിക്കൽ, ഇതിന് ചൊയ ഉണ്ടാവില്ല എന്നൊക്കെ. അങ്ങനെ ഒരു ചൊയ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കഴുകുന്ന സമയത്ത് ലെമൺ ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. അതുപോലെ തന്നെ വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് വേവിക്കുകയാണെങ്കിൽ ആ ഒരു ചൊയ മാറിക്കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ ഒരു മസാലപ്പൊടി ഉണ്ടാക്കണം. ഒരു സ്പെഷ്യൽ മസാല ആണ്. അപ്പോൾ അത് ഞാൻ മല്ലിയാണ്, പച്ചമല്ലിയാണ് എടുക്കുന്നത് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട് പച്ചമല്ലി. ഈ 1 കിലോ മട്ടനിലേക്കുള്ള കറക്റ്റ് അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, ഫെനൽ സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള പെരുംജീരകം. പിന്നെ അതിൻ്റെ നേർപകുതി ഒരു 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം എന്ന് പറയുന്നത് 1/2 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് കുരുമുളകാണ്. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുക്കുക. പിന്നെ വേണ്ടത് ഹോൾ സ്പൈസസ് വേണം. കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ് ഇത്രയും വേണം കേട്ടോ. ഒരു 4 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പട്ടയും ഒരു 4 പീസ്, ചെറിയ പീസാക്കിയിട്ട് എടുത്താൽ മതി. ഇങ്ങനെ ഒരു 3, 4 പീസ് ഇടുക. പിന്നെ വേണ്ടത് ഏലക്കായാണ്. അതൊരു 4 എണ്ണം മതി കേട്ടോ. കറക്റ്റാണ്. ഒരു 4 എണ്ണം ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇതൊന്നും കൂടി പോകാൻ പാടില്ല. ഒരുപാട് ഫ്ലേവർ മുന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു കുത്തുന്ന ടേസ്റ്റാണ് വരിക കേട്ടോ. ഈ ഒരു കറക്റ്റാണ്. ഈ ഒരു 1 കിലോ മട്ടനിലേക്കുള്ള അളവ് കറക്റ്റാണ്. ഇതിന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. കരിഞ്ഞു പോകാൻ പാടില്ല. നന്നായിട്ടൊന്ന് ചൂടായിട്ട് നല്ലൊരു മണം വരും. അതുവരെയാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത്. ഇപ്പോൾ നന്നായിട്ട് ആ ഒരു മണം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 10, 15 അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പിന് പകരം നിങ്ങളടുത്ത് ബദാമാണ് ഉള്ളതെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കടലല്ലേ, നിലക്കടല, അതായാലും മതി. ഇപ്പം അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യുക. ഇതിന് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് പൊടിച്ച് അവിടെ വെക്കുക കേട്ടോ. ഒന്ന് നന്നായിട്ട് പൊടിച്ച് വെക്കുക. ഇനിയിപ്പോൾ ഞാനൊരു കുക്കർ വെച്ച് കൊടുത്തു. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഓയിലാണ് വേണ്ടിയെങ്കിൽ അത് കൊടുക്കുക. എന്തായാലും പ്രശ്നമില്ല. ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു. അതിലേക്ക് ഒരു 3 വലിയ സൈസുള്ള ഉള്ളി ഞാനിവിടെ സ്ലൈസ് ചെയ്ത് വെച്ചതാണ്. 3 വലിയ സൈസുള്ള ഉള്ളിയാണ് കേട്ടോ. അത് കറക്റ്റാണ്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഈ ഒരു എണ്ണയിൽ നന്നായിട്ട് നല്ല ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായി വരണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് വാട്ടിയെടുത്താണ്. ഈ ഒരു പാകത്തിലാണ് നമുക്ക് ഉള്ളിയായി കിട്ടേണ്ടത്. അതിൻ്റെ നേർപകുതിയാവും വാടിക്കഴിഞ്ഞാൽ കേട്ടോ. ഇങ്ങനെ നല്ല വെന്ത് കുഴഞ്ഞ് വരണം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 2 വലിയ സൈസുള്ള തക്കാളി ചെറുതാക്കി മുറിച്ച് വെച്ചതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ആ ഒരു തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. രണ്ടും ഒന്നിച്ചങ്ങ് വാടിക്കോളും. 1 ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. നിറച്ചെടുത്താണ്. എന്നിട്ട് അതും കൂടെ ചൂട്ടിയിട്ട് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് കുഴഞ്ഞ് വരണം. അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി നല്ലൊരു സ്മെല്ല് വരണം. അപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഒരു തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിലായി കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിലേക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. ആദ്യം ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പൊടി ഞാനിത് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു പൊടിയാണിത്. അണ്ടിപ്പരിപ്പോട് കൂടിയിട്ടുള്ളത്. നിങ്ങളെ മിക്സിയിൽ ഇങ്ങനെ പൊടിയൊന്നും ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഈ മുളക് ശരിക്കും നിങ്ങൾക്ക് ഉണക്കമുളക് അതിൻ്റെ കൂടെ വേണമെങ്കിൽ ചേർത്തിട്ട് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ. മുളകും മഞ്ഞളും മാത്രമാണ് ഞാൻ എക്സ്ട്രാ ചേർത്തത്. ബാക്കി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൊടി മാത്രം. എന്നിട്ട് ഇത് ആ ഒരു പൊടി നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന ഒരു പാകമാവണം കേട്ടോ. ചെറിയ തീയിലാക്കി വെക്കണേ.
പൊടികൾ കരിഞ്ഞു പോവാണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൻ ചേർത്ത് കൊടുക്കുക. ഈ ഒരു സെയിം ഇത് വെച്ചിട്ട് നമുക്ക് ബീഫ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. പക്ഷേ മട്ടനിലാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ മട്ടൻ കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ബീഫാണ് ഇഷ്ടമെങ്കിൽ ബീഫിലും ചെയ്യാം. ചിക്കനിൽ ചെയ്താൽ ഈ ഒരു ടേസ്റ്റ് വരില്ല കേട്ടോ. ഇത് ഇങ്ങനത്തെ ഒരു റെഡ് മീറ്റിനുള്ളതാണ് ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ അതാ ഈ ഒരു മട്ടനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ആ ഒരു മട്ടനൊക്കെ ഒന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഇതുവരെ ഉപ്പ് ഇതിൽ ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ അതാ ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ടീസ്പൂണിൻ്റെ അളവ് ഉപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു ഏകദേശ കണക്ക് അറിയായിരിക്കും. അപ്പോൾ ഒരു കൈ അളവ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ടീസ്പൂൺ അളവ് പറഞ്ഞു തരുന്നത്. അധികമായി പോവുകയില്ല. നിങ്ങൾക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഞാൻ എപ്പോഴും കുറച്ചിട്ടാണ് നിങ്ങൾക്ക് അളവ് എഴുതി കാണിക്കുന്നത്. അപ്പോൾ അതാ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു 2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്റ്റീലിൻ്റെ കുക്കറും കൂടി ആയതുകൊണ്ടേ ഞാൻ കുറച്ചധികം വെള്ളം ചേർത്തിട്ടുണ്ട്. നിങ്ങൾ അലൂമിനിയം കുക്കറിലാണ് ചെയ്യണമെങ്കിൽ 1 കപ്പ് വെള്ളം മതി. ഞാനിപ്പോൾ ഇത് 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകട്ടെ കേട്ടോ. 2-3 മിനിറ്റ് നേരം തിളക്കട്ടെ. അപ്പോൾ അത് 2-3 മിനിറ്റ് നേരം തിളച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല നല്ല കട്ടിയായി വന്നാണ്. ആ ഒരു അണ്ടിപ്പരിപ്പ് ഇതിലുള്ളത് കൊണ്ട് തന്നെ ഗ്രേവി പെട്ടെന്ന് കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കണം. അതിന് മുന്നേ ഞാൻ 2-3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 പീസ് ഞാനവിടെ മാറ്റി വെക്കുന്നുണ്ട്. ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്നായിട്ട് അങ്ങ് വീണ് പോയി. ഒന്ന് ഞാൻ അങ്ങോട്ട് മാറ്റിന്. അപ്പോൾ ഇതൊന്ന് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഓരോരുത്തരുടെ കുക്കറിൻ്റെ പാകത്തിനനുസരിച്ച് വേവിക്കുക. ഞാനിത് അരമണിക്കൂറാണ് കേട്ടോ. ഇത് വിസിൽ വരാത്ത കുക്കറാണ്. ഇനിയിപ്പോൾ അത് അടുത്ത് നമ്മൾ റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. റൊട്ടിക്ക് വേണ്ടിയിട്ട് ആദ്യം ചെയ്ത് വെക്കേണ്ടത് കുറച്ച് ബട്ടർ. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തത്. ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ വേണ്ടി വരും. അപ്പോൾ അത് ബട്ടർ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ച് മല്ലിച്ചപ്പാണ് കേട്ടോ. മല്ലിച്ചപ്പോ പാസ്ലി ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണോളം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ബട്ടർ നിങ്ങൾ മെൽറ്റ് ചെയ്യാൻ പോകരുത് കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറായിട്ടാണ് എടുക്കേണ്ടത്. ആ ഒരു ഫ്ലേവർ നമ്മൾ ഉരുക്കി കഴിഞ്ഞാൽ കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചൂടാക്കി മെൽറ്റ് ചെയ്യാൻ വേണ്ടി പോകരുത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആ റൊട്ടിൻ്റെ മേലെ തേക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൊടി ഉണ്ടല്ലോ, അത് 1 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് കേട്ടോ. 1 മണിക്കൂറിന് ശേഷമുള്ളതാണ്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. മിനിമമാണ് 1 മണിക്കൂർ കേട്ടോ. മിനിമം 1 മണിക്കൂർ എന്തായാലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല ഇതിലാണ് ഉണ്ടാവുക. ഇതിപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ഒരു പാകം ഈ ഒരു പാകത്തിലായി കിട്ടണം. ഇതിന് നമുക്ക് നന്നായിട്ട് എളുപ്പത്തിൽ പരത്തിയെടുക്കാനും എല്ലാം പറ്റും. ആ ഒരു മൈദപ്പൊടിയാണ് എന്നുള്ള ഒരു ഇതും ഈ ഒരു പൊടിക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല നേരിയതായിട്ട് പരത്തുകയും വേണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. നല്ല ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ ബാക്കി അവിടെ മൂടി വെച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. ഇനിയിപ്പോൾ അത് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം നൈസായിട്ട് പരത്താൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് പരത്തിയെടുക്കുക. കീറിപ്പോവരുത്. നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് നൈസായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ പരത്തിയെടുത്തത്. ഇപ്പോൾ നല്ല നൈസായിട്ട് തന്നെയാണ് ഉള്ളത് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ഇതേപോലെ നൈസാക്കാൻ പറ്റുമോ അത്രത്തോളം നൈസാക്കിയിട്ട് പരത്തിയെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ അവിടെ പാന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ല ചൂടായ പാനിലേക്ക് നമ്മൾ ഈ ഒരു റൊട്ടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യത്തെ മറിച്ചിടൽ പെട്ടെന്ന് അതൊന്ന് ഡ്രൈ ആയി കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അടിഭാഗം നന്നായിട്ടൊന്ന് വേവണ വരെ കത്തിക്കുക. അപ്പോൾ അതൊരു അടിഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. 2 രീതിയിൽ കാണിച്ചു തരാം. ഇതിങ്ങനെ തന്നെ ഈ ഒരു പാനിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പൊള്ളിച്ചെടുക്കണമെങ്കിൽ ഒന്നുകിൽ അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊള്ളിച്ചെടുക്കുക. ഇതിങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് ഒരു സ്മോക്കി ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊള്ളിയതിൻ്റെ ശേഷം ഞാനിപ്പോൾ ഇതൊന്ന് ഡയറക്റ്റ് തീയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ അതാ ഞാൻ അതിലേക്കും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടും. നമ്മൾ തന്തൂറിൽ ചെയ്യണ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് 2 ഭാഗം ഒന്ന് അങ്ങനെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബട്ടറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ഇലയും കൂട്ടി വെച്ചാൽ അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഒരു ലേശം ഒരു 1/2 സ്പൂണൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ 1 സ്പൂണൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ എടുക്കുക കേട്ടോ. ഇത് ആ ഒരു പാനിൽ നമ്മൾ വെക്കണ്ട. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ നമുക്കിതെടുത്ത് കാസറോളിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മളെ ഫസ്റ്റ് റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒന്നും കൂടെ കാണിച്ചു തരാം. രണ്ടാമത്തെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു പൊള്ളിച്ചെടുക്കുന്നത് തീയിലിട്ടിട്ടാണ് പൊള്ളിച്ചെടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഡയറക്റ്റ് നമുക്ക് ആ ഒരു മറിച്ചിട്ടാൽ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ തീയിൽ തന്നെ പൊള്ളിയിട്ട് വരും. അപ്പോൾ ഏത് രീതിയാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അതുപോലെ ആക്കിയെടുക്കുക. അതിപ്പോൾ കണ്ടില്ല ആ തീയിൽ നന്നായിട്ട് ഒന്ന് പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഭാഗവും ആ ഒരു സ്മോക്കി ഫ്ലേവർ ആവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തീയിൽ വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അത് എടുത്തതിന് ശേഷം നേരത്തെ കാണിച്ച പോലെ തന്നെ കുറച്ച് ബട്ടറിൻ്റെ മിക്സ് എടുത്തിട്ട് അതിൻ്റെ മേലെ ഒന്ന് തേച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അപ്പം തന്നെ എടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂടോട് കഴിക്കാനൊക്കെ അപാര ടേസ്റ്റുള്ള റൊട്ടിയാണത്. അപ്പോൾ അതാ രണ്ടാമത്തെ റൊട്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനിയിപ്പോൾ നമ്മളെ മട്ടൻ ഇവിടെ ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ അരമണിക്കൂറാണ് വേവിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ കറക്റ്റ് പാകത്തിലായിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു എല്ലൊക്കെ ഒന്ന് വേറായിട്ട് കാണും നിങ്ങൾ. അപ്പോൾ ഇതിൽ കാണുന്ന ഈ ഒരു എണ്ണ എന്ന് പറയുന്നത് ഈ ഒരു മാക്സിമം ഞാൻ നെയ്യ് ഒഴിവാക്കിയിരിക്കുന്നു. എന്നാലും ഈ ഒരു മട്ടനിൽ നല്ല നെയ്യ് ഉണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എടുക്കുന്ന സമയത്ത് തന്നെ. അപ്പോൾ ഞാനൊരു വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. സൂപ്പർ ടേസ്റ്റാണ്. അപാര പുള്ളി സാധനം എന്ന് പറയാം കേട്ടോ. നമുക്ക് ശരിക്കും എന്താ പറയുക, ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർ ആവാനും പറ്റും കേട്ടോ. ഇത് കൊടുത്താൽ അത്രയും അടിപൊളി ടേസ്റ്റിയാണ്. ഒരു വെറൈറ്റി ടേസ്റ്റിയാണ്. അപ്പോൾ അതിനെ വിളമ്പി വെച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ മാറ്റി വെച്ച 2 പച്ചമുളകിൻ്റെ പീസാണ്. ജസ്റ്റ് ഒന്ന് വെച്ചെടുക്കണേ ഉള്ളൂ. ഇനിയിപ്പോൾ അതാ ലേശം മല്ലിച്ചപ്പ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. നമ്മൾ അടിപൊളി മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയാണ്. എന്തിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. എല്ലാത്തിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോംബോ ആണ്. സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ ഉറപ്പ് തരുന്ന റെസിപ്പിയാണ്. അപ്പം ബീഫ് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ അടുത്ത നമ്മളെ റൊട്ടി ഞാനൊന്ന് 2 ആയിട്ട് മുറിച്ചിട്ടാണ് ഇവിടെ സെർവ് ചെയ്തത്. ഇതും കണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റിയാണ്. നല്ല ഭയങ്കര സോഫ്റ്റാണ്. ഉൾഭാഗമൊക്കെ കാണിച്ചു തരാം. എല്ലാം നന്നായിട്ട് പൊള്ളിയിട്ടാണ് വരിക കേട്ടോ. ഭയങ്കര നൈസായിട്ട് പരത്താൻ നോക്കിയാൽ മാത്രം മതി. എന്നാലാണ് നല്ല ടേസ്റ്റിൽ കിട്ടുക. ഇപ്പോൾ ഇത് കണ്ടില്ല, നല്ല മുറിക്കുന്ന സമയത്തൊക്കെ നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക. ഇതിൻ്റെ ഒരു പാകം നോക്ക്. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഇത് രണ്ടും ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ ഈ ഒരു 2 കോംബോ എന്ന് പറയുന്നത് സൂപ്പർ ഡ്യൂപ്പർ കോംബോ എന്ന് തന്നെ പറയാം നമുക്ക്. അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. അതിൽ വെള്ളം വരുന്നില്ല. അപ്പോൾ അങ്ങനെ അത് ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. എന്തെങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് എഴുതാനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോജി ഇട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് അറിയിക്കുക. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ, നിങ്ങളെ കമൻറ്റ്സ് കാണുമ്പോൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വെറൈറ്റി അടിപൊളി ഡിഷുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.